എല്ലാ PSC പരീക്ഷകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭരണഘടന. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കെന്താ ഒഴിവാക്കാനായിട്ട് പറ്റാത്ത ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് പരീക്ഷയിൽ കൂടുതലും വരാറ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം എഴുതാം എന്ന കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം. അത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു തരാം. അപ്പം നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രൂപം നൽകാൻ ശുപാർശ ചെയ്ത സമിതി ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രൂപം നൽകാൻ ശുപാർശ ചെയ്തത് ക്യാബിനറ്റ് മിഷനാണ്. ആരാണ്? ക്യാബിനറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് രൂപം നൽകാൻ ശുപാർശ ചെയ്ത സമിതി. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ശ്രദ്ധിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയത്തെ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി MN റോയി ആണ്. ആരാണ്? MN റോയി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ആദ്യ യോഗം നടന്നത് എന്നാണ്? ഒരുപാട് തവണ PSC ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ശ്രദ്ധിക്കുക, താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടു. ഇതെങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിലേക്ക് വരിക? ഇങ്ങനെയായിരിക്കും. 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് തരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രൂപം നൽകാൻ ശുപാർശ ചെയ്തത് ക്യാബിനറ്റ് മിഷനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി MN റോയി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? അവിടെ ഉത്തരം എന്താണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത്. നമുക്കപ്പോൾ ഈ ഒരു ചോദ്യവും അതിന് ഉത്തരവും അറിയാമെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും തെറ്റായിട്ടുള്ള ഓപ്ഷനെ സുഖമായിട്ട് എടുത്ത് കളഞ്ഞൂടെ? അപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കും ഇത്തരം ക്വസ്റ്റ്യൻ നമ്മളെ നയിക്കുന്നതെന്ന്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നും കൂടി ഇത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രൂപം നൽകാൻ ശുപാർശ ചെയ്ത സമിതി എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹയും സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചത് HC മുഖർജിയാണ്. ആരാണ് ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചത് HC മുഖർജിയാണ്. ആരാണ് ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചത്? HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായിട്ട് സംസാരിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായി സംസാരിച്ചത് JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനിയാണ് ആദ്യമായിട്ട് സംസാരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായി പ്രവർത്തിച്ചത് ആരാണ്? BN റാവു ആണ് ഉപദേശകനായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളൊന്നും കൂടി നോക്കാം.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചത് HC മുഖർജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായിട്ട് സംസാരിച്ചത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിട്ട് പ്രവർത്തിച്ചത് BN റാവുമാണ്. ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായിട്ടുള്ള രേഖ ഏതാണ്? ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായ രേഖയാണ് ലക്ഷ്യപ്രമേയം. ഏത് രേഖയാണ്? ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായിട്ടുള്ള രേഖ ഏത് എന്ന് ചോദിച്ചാൽ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായിട്ടുള്ള രേഖ. പൊതുജന അഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം അവതരിപ്പിച്ച വർഷം ഏതാണ്? പൊതുജന അഭിപ്രായം അറിയാനായിട്ട് ഭരണഘടനയുടെ കരട് രൂപം അവതരിപ്പിച്ചത് 1948 എന്നാണ്. 1948 പൊതുജന അഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം അവതരിപ്പിച്ചത്. ഇന്ത്യൻ പൗരത്വം നേടാനുള്ള എത്ര മാർഗങ്ങളാണ് ഭരണഘടനയിൽ പറയുന്നത്? ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള 5 മാർഗങ്ങളെ പറ്റി ഭരണഘടന പറയുന്നുണ്ട്. എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകാം? 3 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകാം. 5 രീതിയിൽ അത് നേടുന്നതിനുള്ള മാർഗങ്ങളെ പറ്റിയിട്ടും ഭരണഘടന പറയുന്നുണ്ട്. അപ്പം ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായിട്ടുള്ള രേഖ ഏത്? ലക്ഷ്യപ്രമേയമാണ്. പൊതുജന അഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം അവതരിപ്പിച്ചത് 1948 ഇന്ത്യൻ പൗരത്വം നേടാനുള്ള എത്ര മാർഗങ്ങളാണ് ഭരണഘടനയിൽ പറയുന്നത്? ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള 5 മാർഗങ്ങളെ പറ്റിയിട്ടാണ് ഭരണഘടനയിൽ പറയുന്നത്. എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകാം? 3 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകാം. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലാണ്? ഏത് കേസിൻ്റെതാണ്? കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധിന്യായത്തിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. 1973 കേശവാനന്ദ ഭാരതി കേസ്. നമ്മളെപ്പോഴും ഇന്ത്യൻ ഭരണഘടനയെ പറ്റി പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യം കൊടുത്തു പഠിക്കുന്ന കുറച്ച് കേസുകളിലൊന്നാണ് കേശവാനന്ദ ഭാരതി കേസ്. ആ കേശവാനന്ദ ഭാരതി കേസ് 1973 കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധിന്യായത്തിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലാണ്? ഭരണഘടനയുടെ 42nd അമെൻമെൻറ്റ് 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ എന്താണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതി ഏതാണ്? 1949 നവംബർ 26 ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതി. എന്നാണ് 1949 നവംബർ 26 ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ തീയതി ഏതാണ്? 1949 നവംബർ 26. ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ഭരണഘടനയുടെ ഉറവിടത്തെ പറ്റിയുള്ള പ്രഖ്യാപനം, അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനം, അംഗീകരിക്കപ്പെട്ട തീയതി, ഇതൊക്കെയാണ് ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങളാണ് ഭരണഘടനയുടെ ഉറവിടത്തെ പറ്റിയുള്ള പ്രഖ്യാപനം, അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനം, അത് അംഗീകരിക്കപ്പെട്ട തീയതി. എന്തൊക്കെയാണ്? ഭരണഘടനയുടെ ഉറവിടത്തെ പറ്റിയുള്ള പ്രഖ്യാപനം, അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനം, അംഗീകരിക്കപ്പെട്ട തീയതി, ഇതൊക്കെയാണ് ആമുഖം പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ.
ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന വാക്കുകളാണ് പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. എന്താണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. എന്താണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഏതൊക്കെ തരത്തിലുള്ള നീതികളെ പറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത്? ഏതൊക്കെ തരത്തിലുള്ള നീതിയാണ്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി. ഏതൊക്കെയാണ്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി. അപ്പം ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ ഭരണഘടനയുടെ ഉറവിടത്തെ പറ്റിയുള്ള പ്രഖ്യാപനം, അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനം, അംഗീകരിക്കപ്പെട്ട തീയതി. ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന വാക്കുകളോ? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഏതൊക്കെ തരത്തിലുള്ള നീതികളെ പറ്റിയാണ് പറയുന്നത്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതിയെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളാണ് ഭരണഘടനയുടെ ആമുഖം പ്രതിപാദിക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളാണ്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ചിന്ത, ആശയപ്രകടനം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന. ഏതൊക്കെയാണ്? ചിന്ത, ആശയപ്രകടനം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന. ഇവയ്ക്കുള്ള സ്വാതന്ത്ര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്. ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ ആമുഖത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന തീയതി എന്നാണ്? 1977 ജനുവരി 3 ഭരണഘടനയുടെ ആമുഖത്തിനുണ്ടാക്കിയ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത്. 1977 ജനുവരി 3 ആമുഖത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതേതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഭരണഘടനയുടെ ആമുഖത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3 ആമുഖത്തിൽ വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാമാണ്? എന്താണ്? ഇത്രയും നേരം നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞ നീതികൾ, എത്ര തരത്തിലുള്ള നീതി പറയുന്നു എന്ന് പറഞ്ഞു, ഏതൊക്കെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ആമുഖത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളെയെല്ലാം എന്താണ്? പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ, പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 മൗലിക അവകാശങ്ങൾ, 2 നിർദ്ദേശക തത്വങ്ങൾ, 3 മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇവയെല്ലാമാണ് ഭരണഘടനയുടെ ആമുഖം വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങളെ കൈവരിക്കാനായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകളെന്ന് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങളിലൂടെയും മൗലിക കടമകളിലൂടെയും നിർദ്ദേശക തത്വങ്ങളിലൂടെയും ഒക്കെയാണ് ഭരണഘടനയുടെ ആമുഖം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങളെല്ലാം ഇതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.